ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടോക്കും. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയപ്പം ചായക്കുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറിയാണ്. പിന്നെ കടി ഉണ്ടാക്കുന്നത് നൂലപ്പമാണ് കേട്ടോ. അപ്പം കിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുത്ത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയും കൂടെ ആണിട്ട് അരിഞ്ഞിട്ടെടുത്ത്, പിന്നെ ഒരു തക്കാളീൻ്റെ പകുതിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1.5 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടട മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കടി ഉണ്ടാക്കുന്നത് നൂലപ്പമാണ്. അപ്പോൾ നൂലപ്പം കുഴക്കാനുള്ള ചൂടുവെള്ളം കൂടിയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കുന്നത്. പിന്നെ ഒന്ന് ചൂടാറിയിട്ടാണ് ഞാൻ കൈ വെച്ച് കുഴക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ കുഴച്ചെടുത്താണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നൂലപ്പത്തിൻ്റെ അച്ചക്കിട്ടാണ്ടൊന്ന് പീച്ചെടുക്കുകയാണ്. അപ്പോൾ നൂലപ്പത്തിൻ്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയാക്കി അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് നാളികേരം നിരക്കണില്ല. അപ്പോൾ ഞാൻ ആ വെന്തേക്ക് ഉരുളങ്ങയൊക്കെ നല്ലോണം ഉടച്ചിട്ട് കടുക് വറുത്തേക്കാണ് കേട്ടോ. അങ്ങനത്തെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ 2ാം ട്രിപ്പും കൂടെ ഒന്ന് പേച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2ാം ട്രിപ്പും അവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നൂലപ്പൊക്കെ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടോ, മക്കളൊന്നും ആരും നീച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൂൽപുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ നീപ്പിച്ച് കണ്ട് നിസ്കരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ നിസ്കരിച്ച് കണ്ടൊക്കെ കടന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ മദ്രസൊന്നുമില്ല. അപ്പോൾ ഒക്കെ നിസ്കരിച്ചാണ് അവിടെ കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞും നീച്ചണമെങ്കിൽ. അപ്പോൾ ഓലൊന്നും കാത്തു നിന്നിട്ടില്ല. ഞാൻ വേഗം ചായ കുടിച്ച് കണ്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ എന്ന് കരുതി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരെടുക്കുകയാണ്. സ്കൂളുണ്ടാകുമ്പം രാവിലെ ചായടി കഴിഞ്ഞേക്ക് അടിച്ചു വരാൻ കൂടലില്ല കേട്ടോ. വേഗം ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിൽക്കലാണ്. പിന്നെ ഓല് പോയതിന് ശേഷമാണ് ഞാൻ മുറ്റമൊക്കെ അടിച്ചു തരിക. അപ്പോൾ ആ വെയിലും കൊണ്ട് അങ്ങനെ അടിച്ചു വരലാണ്. ഇന്നിപ്പം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേഗം ചായ കുടിച്ചേക്ക് തന്നെ മുറ്റടിച്ചു വരിയിട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട് ഇറങ്ങിയേക്കാണ്. അന്നത്തെ നമ്മൾ മുറ്റടിച്ചവരിലെ കഴിഞ്ഞിപ്പം പിന്നെയും കിച്ചണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ചോറുണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും പപ്പടം ആണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പം ചോറുണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ അടുക്ക് മക്കൾ നീച്ച് കണ്ട് ചായയൊക്കെ ഓരെന്നെ സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഓലെ ചാടിയ കഞ്ഞി തോബിമോള് ഞാൻ മുറ്റടിച്ചൊരു കയറിയപ്പോക്കിന് പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ അടിച്ച പാത്രമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പണിച്ച് ലാഭമായിട്ടുണ്ട്. അത് നമ്മൾ തൊലിയെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിൻ്റെ കറുപ്പും ഒക്കെ എല്ലാം കളയണം കേട്ടോ. അതൊന്നും നമ്മൾ വയറ്റിലാണ്, അത് നല്ലതല്ല എന്നൊക്കെ പറയണേക്കാം. അങ്ങനെ അത് ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് കണ്ട് നെയ്യൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച് വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും, പെട്ടെന്ന് വാടി കിട്ടിക്കോളും. എന്നിട്ട് തീ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതായിക്കുള്ള ഏലക്കായ്, ഗ്രാമ്പു, പട്ട അതൊക്കെയാണ് ഇട്ടെടുത്ത് അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതവിടെ കടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം കേട്ടോ മക്കൾക്ക്. ഇന്നിപ്പോൾ സ്കൂളും കൂടി ഇല്ലാത്ത ദിവസമല്ലേ. സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുകയൊക്കെ ചോദിച്ചിങ്ങനെ നടക്കും. പിന്നെ സോബി മോള് അപ്പുറത്ത് കൂടെ ഒക്കെ അടിച്ചൊരി തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അടിച്ചൊരി തരാമെന്ന് പറഞ്ഞ ഉടനെ അടിച്ചു വരുന്നുണ്ട്. ചില ദിവസം ഓള് പറയാതെ തന്നെ ഒക്കെ എടുക്കും കേട്ടോ. ചില ദിവസം പറഞ്ഞാലും എടുക്കൂല. അയച്ചൊന്നും വെച്ചാന്നും പറഞ്ഞ് കളിച്ചാനാണ് മണ്ടലാണ്. ഇന്നിപ്പോൾ എന്തിയാവോ ഓളെന്നെ പാത്രമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ അകത്തു കൂടെ കടിച്ചേരി തരാമെന്നും പറഞ്ഞാൽ അവിടെ അകത്തു കൂടെ കടിച്ചു വരുന്നുണ്ട്. അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കുട്ടികളിലിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. അങ്ങനെ അതവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ നല്ലതായിട്ട് കഴുകിയെടുത്തുണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതാ നെയ്ച്ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കണം. അതിനതാ ഒരു കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ വെച്ച് ചൂടാക്കിയെടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വാട്ടിയെടുത്തത്. എന്നിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലുള്ളിയും തക്കാളിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ തക്കാളിയും കൂടി നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് കുക്കറൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് അങ്ങനെ ഒരു അളവും ഇതൊന്നും ഞാൻ നോക്കലില്ല, കുറച്ചാണ്ട് ഇട്ട് കൊടുക്കലാണ്. എന്നാലും അത് കറക്റ്റിനാവലുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിന്, അപ്പം കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ അതാ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ കഴുകി വടിച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കറി കണ്ടിട്ട് അത്യാവശ്യം എരിവുള്ള മാതിരിയാണ് കേട്ടോ. മുളകും പൊടിയൊക്കെ 2-3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും ഉള്ളി പച്ചമുളകും ഒക്കെ കൂടി ആയതുകൊണ്ട് കറിക്ക് നല്ല എരിവുണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്ക് പൂള കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലുണ്ട്. അപ്പോൾ അതിക്കും കൂടി ഉള്ള കറിയാണ്. നമ്മുടെ പൂള പറിച്ച കീസറൊക്കെ പൊറുക്കിക്കൊണ്ടുവന്നു കേട്ടോ മക്കൾ. നമ്മുടെ പൂളൊക്കെ പറിച്ചിട്ടുണ്ട്. അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കനാകുമ്പം പപ്പടം കൂടി വേണമല്ലോ അല്ലേ.
അല്ലാതെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിൽ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പൂള ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പം കുളിച്ചതിൻ്റെ മുന്നേ തന്നെ പൂളയും ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. പൂളൊക്കെ നമ്മൾ പുറത്ത് പോയി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നുറുക്കിക്കാണ്ട് അങ്ങനെ ഫ്രിഡ്ജിക്കാണ് വെക്കും. എന്നിട്ട് നമ്മൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനി ഇത് എടുത്തിട്ട് നമ്മൾ വെക്കുക. അത് നമ്മളൊക്കെ നുറുക്കലേ കഴിഞ്ഞ് ഫ്രിഡ്ജിക്കാട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഇപ്പച്ചി മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ജുമയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ടപ്പം എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പൂളക്കൂട്ടാനും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 4 മണിയാകുമ്പം ചായ മാത്രം കാച്ചിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ പൂളക്കൂട്ടാനൊന്ന് ചൂടാറും ചെയ്യും. അത് നമ്മളൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ആ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂളക്കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ച് കാണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ 4 മണിയാകുമ്പോൾ നീച്ച് വന്ന് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കാണ്ട് എസറൊക്കെ നിസ്കരിച്ച് ഇപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പൂളക്കൂട്ടാനും ചിക്കൻ കറിയും നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചായ കുടി കഴിഞ്ഞാൽ മക്കൾ പുറത്ത് കളിക്കാൻ വേണ്ടി പോകും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിലിരിക്കും, ഇല്ലെങ്കിൽ ഓലെ കളിയും കണ്ട് അവിടെ സീറ്റ് ഔട്ടിൽ ഇരിക്കും. അല്ല ചില ദിവസമൊക്കെ അവരൊപ്പം ഞാനും കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങലുണ്ട് കേട്ടോ. ഒരു സാറ്റ് കളിക്കണമെങ്കിൽ ചിലപ്പോൾ സാറ്റ് കളിക്കലുണ്ട്, കൊത്തക്കാലിൽ കളിക്കുകയാണെങ്കിൽ കൊത്തക്കാലിലിരുന്ന് കളിക്കും. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയം അങ്ങനെ ചിലവാക്കും. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. രാത്രിക്കൊക്കെ ഫുഡ് പിന്നെ നമ്മൾ ഉച്ചക്ക് തന്നെ ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഉണ്ട് നമുക്ക് രാത്രി കഴിക്കാനും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.